Hello, good morning. Good morning. Okay, തുടങ്ങാം. ക്വസ്റ്റ്യൻസിന്റെ ബാക്കി 5 ആൻസർ നമ്മൾ വായിച്ചില്ലല്ലോ. ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒന്ന് വായിക്കാം. ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു ഇല്ലേ? ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. Which of the following is the importance of laundry service in hospital? Effective public health, prevention of transmission of infection, aesthetic value, all the above. ആൻസർ ഓൾ ദ എബവ് ആണ് സെലക്ട് ചെയ്തത്. കാരണം അതെല്ലാം തന്നെ ലോണ്ടറി സർവീസസിന്റെ ഇമ്പോർട്ടൻസിൽ പെട്ടതാണ്. പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ തടയുക, ഇൻഫെക്ഷൻ തടയുക എന്നല്ല, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഒരാളിൽ മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത, അതിനെ പ്രിവെന്റ് ചെയ്യുക. പേഷ്യന്റിന്റെ കംഫർട്ട്, സാറ്റിസ്ഫാക്ഷൻ, പിന്നെ എസ്തെറ്റിക് വാല്യൂ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടും ക്ലെൻലിനെസ്, അവിടുത്തെ ഡിസിപ്ലിൻ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ആ ഒരു മൂല്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും നമുക്കൊരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസ് വളരെ അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഔട്ട്സോഴ്സിംഗ്? ഔട്ട്സോഴ്സിംഗ് എന്താണ്? When a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per specialized needs is known as outsourcing. അതെ, ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പുറത്ത് അവിടെയുള്ള ലിനൻസ് ഒക്കെ കൊടുത്ത് ഒരു സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുക്കാനും അതുപോലെ തന്നെ വളരെ ഹൈ ലെവൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഹോസ്പിറ്റലിന്റെ എന്താ പറയാ പുറത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസിനെ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്, ബാഹ്യമായ ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ കയ്യിലേക്ക് ഈ ലിനൻസ് ഒക്കെ എന്താ പറയാ ട്രാൻസ്ഫർ ചെയ്ത് അവരിൽ നിന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് വാങ്ങിക്കാം. അങ്ങനെ ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ്, പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്ന ഒരവസ്ഥ. അതാണ് നമ്മുടെ ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് അകത്ത് തന്നെ, നമ്മുടെ ഹോസ്പിറ്റലിന് അകത്ത് തന്നെ അത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. പക്ഷെ എല്ലാ ഹോസ്പിറ്റൽസിനും അത്തരം കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു വലിയ എന്താ പറയാ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഹോസ്പിറ്റലിന്റെ സൈസ്, കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ എങ്ങനെയുള്ളതാണ്, എവിടെയാണ്, അതിന്റെ വലിപ്പം, മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ലോണ്ടറി വെദർ ടു സെറ്റ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ഓർ ഫോർ എന്താ പറയാ ഡിപ്പെൻഡിങ് ഓൺ ആൻ ഔട്ട്സോഴ്സിങ്. അത് ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സോഴ്സിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ പുറത്തു കൊടുത്ത് ചെയ്യുക, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസിനെ ഏൽപ്പിക്കുക, ഒരു ഹെൽത്തി സർവീസ് അവരിൽ നിന്നും ആവശ്യപ്പെടാനായിട്ട് വേണ്ടിയിട്ട്. അതായത് നമ്മൾ പുറത്തു കൊടുത്ത് കഴിക്കുമ്പോൾ അവര് വളരെ കൃത്യമായിട്ടും കൃത്യ ഡേറ്റില് അതുപോലെ വളരെയധികം കെയർ ചെയ്ത് അതുപോലെയൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി എന്താ പറയാ സേഫ് ആയിട്ടൊക്കെ അവർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അവിടെ കൊടുക്കണമല്ലോ. അവര് ആ ഒരു സർവീസ് നടത്തുന്നത് അവരുടെ ഒരു ഇൻകം, അങ്ങനെ അതവരുടെ ഒരു ബിസിനസ് ആണ്. അപ്പൊ അവരുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുക. അപ്പൊ പിന്നെ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കൊടുത്തില്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എന്താ പറയാ പിന്നീട് ആളുകൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഔട്ട്സോഴ്സിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Medical linens are always exposed to dash and dash infection with dangerous materials. അതന്നെ, അതായത് മെഡിക്കൽ എന്താ പറയാ ലിനൻ എപ്പോഴും എന്തിന് വിധേയമാകുന്നതാണ് എന്നാണ് ചോദ്യം. എന്തിന് എക്സ്പോസ്ഡ് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which are the factors to be considered while selecting a laundry service? Service quality, reputation of the service, pricing, equipments used. അതെ, കറക്റ്റ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ എന്താ പറയാ ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതിന്റെ ഔട്ട്സോഴ്സിങ് മറ്റു കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത്. അടുത്തത്.
More cost-effective solution is an advantage of dash service. Outsourcing service. ഔട്ട്സോഴ്സിംഗ് സർവീസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തിന്റെ അഡ്വാൻറ്റേജ് ആണെന്നാണ് ചോദ്യം. ഏത് സർവീസിന്റെ അഡ്വാൻറ്റേജ് ആണ്, നേട്ടമാണ് അത്? ഔട്ട്സോഴ്സിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ. Give some examples for general purpose linen. Curtain, screens. ഓക്കെ. കർട്ടൻ, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത്. ചിലപ്പോ അങ്ങനെ തരും ചോദ്യം. കർട്ടൻസും സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ് ഇതൊക്കെ ഏത് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനനിലാണ് വരിക എന്ന് ചോദിക്കും. അതിന്റെ വേറെ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് വേറെ ഉണ്ട്, നമ്മൾ തന്നിട്ടുണ്ട്. അങ്ങനെയായിരിക്കുള്ള ചോദ്യങ്ങൾ വരിക. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ ആൻസറുകൾ എഴുതുന്ന രീതിയിലല്ലല്ലോ, ചൂസ് ചെയ്യാനല്ലേ അത് അപ്പൊ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഞാൻ വേറെ രീതിയിൽ ചോദിച്ചത് മാത്രം. ഓക്കെ, അടുത്തത്. Surgical gown is an example for dash linen. Procedure room linen. OT, labor room, procedure room linen. ഇതിലാണ് നമ്മൾ സർജിക്കൽ ഗൗൺസ് ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ വരുന്നത്. നെക്സ്റ്റ് വൺ. Which are the steps included in the processing of linen? Sorting, sluicing, disinfecting, washing, extracting, coordinating, ironing, pressing and folding. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ്. എന്തൊക്കെയാണെന്നാണ് പ്രോസസിംഗിന്റെ സ്റ്റെപ്സ് ആണ്. Next one. The commonly used equipments in a typical laundry: washing machine, and iron dry, distribution trolley, air compressor, sewing machine, etc. Okay. അടുത്തത്. Dash linen is used in operation theaters or surgical procedures. Theater linen. തിയേറ്റർ ലിനൻ ആണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലും അതുപോലെ തന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നത് തിയേറ്റർ ലിനൻ. അത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിനൻ, അതായത് ഏതൊക്കെ തരത്തിലാണ് ഉള്ള ലിനൻസ് ആണ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് അവിടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള ടെയിന്റ് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ ക്ലാസിഫിക്കേഷൻസ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്താ പറയാ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ തന്നത്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ഒരു കുറച്ച് ഭാഗം കൂടി നമ്മളുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ ഭാഗമായിട്ടുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ, ഒരു 1.5 പേജ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ എന്താ പറയാ സെപ്പറേറ്റ് കളക്ഷൻ കാണിക്കാം. സെപ്പറേറ്റ് കളക്ഷൻസ് ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. നമ്മൾ പറഞ്ഞു ഓൾ ദ ലിനൻസ് കളക്ടഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന ലിനൻസ് ഒക്കെ ഇറ്റ് ഷുഡ് ബി സോർട്ടഡ് ആൻഡ് കെപ്റ്റ് സെപ്പറേറ്റ്ലി. അല്ലെ, എല്ലാം തന്നെ വേറെ വേറെ എന്താ പറയാ വെക്കണം. അല്ലെങ്കിൽ അതെന്താ പറയാ അതിനകത്ത് പൊട്ടൻഷ്യലി അതിനകത്ത് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നോട്ട് ഇൻഫെക്റ്റഡ്, അതായത് നമുക്ക് എന്താ പറയാ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ലാത്തതും, അതായത് സാധ്യത ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളതും സാധ്യത ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിട്ട് ഹോസ്പിറ്റൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന ഇങ്ങനെ കളക്ട് ചെയ്യുന്നതെല്ലാം തന്നെ ഇൻഫെക്റ്റഡ്, നോട്ട് ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ നോൺ ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് വേണം ടെയിന്റഡ് ആയിട്ടുള്ളതും ടെയിന്റഡ് അല്ലാത്തതും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ വളരെയധികം ക്ലിയർ ആയിട്ട് ഇറ്റ് ഷുഡ് ബി ലേബൽഡ്. അത് ക്ലിയർ ചെയ്ത് ലേബൽ ചെയ്യണം എന്ന് പറഞ്ഞേക്കണേ. അതായത് ഇങ്ങനെ ചിലപ്പോ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത്, ഒട്ടും തന്നെ ഇൻഫെക്റ്റഡ് അല്ലാത്തത്, അതായത് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതൊക്കെ തരം തിരിച്ച് ഈ എന്താ പറയാ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിനെയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് ലേബൽ ചെയ്ത് ഇറ്റ് ഷുഡ് ബി എന്താ പറയാ പ്രൊട്ടക്റ്റഡ് നോൺ ലീക്കേജ് കണ്ടെയ്നർ. അതായത് ലീക്കുകളൊക്കെ പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീക്ക് ഇല്ലാത്ത രീതിയിലുള്ള കണ്ടെയ്നേഴ്സിൽ എന്ത് ചെയ്യണം, അത് സൂക്ഷിക്കണം എന്നാണ് പറയാ. ബിഫോർ വാഷിംഗ് ചിലപ്പോ എടുത്തോണ്ട് വന്നാൽ അന്നേരം തന്നെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ അത് ഇടില്ല, അല്ലെ, അത് സെപ്പറേറ്റ് ചെയ്യണം. ഒരുപാട് ടാസ്കുകൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു അതൊരു ചെറിയ പ്രൊസീജിയർ അല്ല, അതിന് ഒരുപാട് വർക്ക്മെൻ ലേബർ പവർ ആവശ്യമുള്ളതാണ്. അപ്പൊ ഒരുപാട് തൊഴിലാളികൾ അതിന്റെ പിന്നിലുണ്ട്. സോർട്ട് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഡിസിൻഫെക്റ്റഡ് ആക്കാനായിക്കോട്ടെ, ടെയിൻ റിമൂവ് ചെയ്യാനായിക്കോട്ടെ, അങ്ങനെ പല പല വിഭാഗങ്ങൾ എല്ലാം കൂടി ഒരാളായിരിക്കില്ലേ ചെയ്യുക. അപ്പൊ അതിൻ്റെതായ രീതിയിൽ എല്ലാവരും കൂടി ഈ പറയുന്ന ഇൻഫെക്റ്റഡ്
ഇൻഫെക്റ്റഡ് സാധനങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കിടന്ന് അതിനകത്ത് പെരുമാറുമ്പോൾ അത് എല്ലാവരിലേക്കും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിന് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്ത് വേണം വൈൽ വി ആർ ഹാൻഡിലിംഗ് സച്ച് ലിനൻസ്, ഇങ്ങനെയുള്ള ലിനൻസ് ഹാൻഡിൽ ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്നാലും ഇനിയും കൂടുതൽ എന്താ പറയാ ജോലി ചെയ്യുന്നവരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കാരണം അവര് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാൻ ആളുണ്ടാവില്ല. അപ്പൊ ലോണ്ടറിയുടെ എന്താ പറയാ അത് അവിടെ എന്താ പറയാ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് പോലെ അല്ലെങ്കിൽ അടച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക് പോകും. ജോലിക്കാർക്കൊക്കെ കുറെ പേർക്കൊക്കെ ഒരുമിച്ച് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പൊ വർക്കിംഗ് കണ്ടീഷനിലേക്ക് പോകില്ല നമ്മുടെ ലിനൻ ലോണ്ടറി സർവീസസ്. സോ ഈച്ച് ആൻഡ് എവറി തിങ്സ് വിച്ച് ആർ കളക്റ്റഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഇൻ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള എന്താ പറയാ കണ്ടെയ്നേഴ്സിലായിരിക്കണം. സച്ച് ബാഗ് ആകാം അല്ലെങ്കിൽ ബക്കറ്റ്സ് ആകാം കവർ ചെയ്തൊക്കെ അത് ലേബൽ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് പേഷ്യന്റിന്റെ എഴുത്തുനിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അതൊരു കണ്ടെയ്നറിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഗുകളൊക്കെ സിഡ് ആയിട്ടുള്ള ബാഗുകൾ ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എടുത്ത് അത്തരം കണ്ടെയ്നേഴ്സിലേക്കോ അല്ലെങ്കിൽ ഇത്തരം ബാഗുകളിലേക്കോ ഒക്കെ റിമൂവ് ചെയ്യാം. അത് പേഷ്യൻസിൽ നിന്നും എടുത്ത് മാറ്റുമ്പോൾ വളരെ കെയർഫുൾ ഏരിയയിലേക്ക്, അതായത് പേഷ്യന്റിന്റെ അടുത്ത് തന്നെ ആയിരിക്കും ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റുള്ളൂ, കൊണ്ടുപോകുള്ളൂ. അപ്പൊ റിമൂവ് ചെയ്യുന്ന അത് അപ്പാടെ തന്നെ അത് വലിച്ചു വാരി താഴോട്ടൊക്കെ ഇടാതെ, കാരണം അതിലൂടെയൊക്കെ ആളുകൾ എപ്പോഴും വിസിറ്റേഴ്സോ ആയിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടോ ഒക്കെ വരുന്നവരൊക്കെ അതിലൊക്കെ തട്ടിയും ഒക്കെ പോകാനുള്ള സാധ്യത. സോ അങ്ങനെയുള്ള സാധനങ്ങൾ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വളരെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള സാധനങ്ങളിൽ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. മാത്രമല്ല ദ സ്റ്റാഫ്സ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ഹാൻഡിലിംഗ് സച്ച് ഇൻഫെക്റ്റഡ് തിങ്സ്, ഇത്തരം ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ, ഈ സ്റ്റാഫുകളെല്ലാം തന്നെ ദേ ഹാവ് ടു ഡിസ്പോസ് ദ ലിനൻ. അവര് അത് എടുക്കുന്നതും അല്ലെങ്കിൽ മാറ്റുന്നതും അല്ലെങ്കിൽ മറ്റ് ലോണ്ടറിയുടെ അവിടെ വരെ എത്തിക്കുന്നതും ഒക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ വളരെ ഹൈ റിസ്കിന് വിധേയരായിട്ടുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റാഫും തന്നെ. സോ ദേ ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. അപ്പൊ നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് വീണ്ടും പറയാം. ഇനി ആഫ്റ്റർ ഈച്ച് ആൻഡ് എവറി വാഷ്, കോമൺലി വൺസ് ഇൻ എ ഡേ ദ വാഷിംഗ് മെഷീൻ ഷുഡ് ബി സാനിറ്റൈസ്ഡ്. ഓരോ ദിവസവും ചിലപ്പോ നമ്മൾ അന്നത്തെ ജോലി തീർന്നു, ഇന്നലെ ഞാൻ പറഞ്ഞതാണത്, ഓരോ പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, വൺസ് ഇൻ എ ഡേ. അതായത് ആ ദിവസം രാവിലെ തുടങ്ങി വാഷിങ്ങും മറ്റു കാര്യങ്ങളും ഡിസിൻഫെക്ഷൻസും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അന്ന് വൈകുന്നേരമെങ്കിലും അത് എന്ത് ചെയ്യുക, വാഷിംഗ് മെഷീൻസും മറ്റു നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ, മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ സാനിറ്റൈസ് ചെയ്ത് എന്താ പറയാ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ അല്ലെ. അത് നമുക്ക് പകർച്ചവ്യാധികളൊക്കെ തടയാൻ, ബാക്ടീരിയകൾ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ തടയാൻ ഒരു പരിധി വരെ അങ്ങനെയും സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ലോണ്ടറിയിൽ എങ്ങനെയാണ് ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അതിന്റെ ഒരു സിസ്റ്റമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത ഒരു ടോപ്പിക് അതാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് സെൻട്രലൈസ്ഡ്, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ഉണ്ടാകേണ്ടത്. എന്ന് വെച്ചാൽ ഇഷ്യൂയിങ് ഓഫ് ലിനൻ ഇൻ സർക്കുലേഷൻ, ഇതെല്ലാം തന്നെ ഒരു സെൻട്രൽ റൂമിൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതായിരിക്കും. ഇതിൽ കൂടി കടന്ന് ഇവിടെ നിന്ന് വന്ന് അതങ്ങനെ ആ ഒരു സെൻട്രലൈസ്ഡ് പ്രൊസീജിയറിൽ, അല്ലെങ്കിൽ എന്ത് പറ്റിയത് അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതെന്താണ്, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ചിലപ്പോ മിസ്സായി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇറ്റ് ഷുഡ് ബി ഓൾ കൺട്രോൾഡ്. അത് ഇഷ്യൂ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് അണ്ടർ എ പർട്ടിക്കുലർ റൂം. ഒരു സെൻട്രൽ റൂമിന്റെ കീഴിൽ അത് കൺട്രോൾ ചെയ്യപ്പെടണം. സോ അത് ആളുകൾക്ക്, അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഇതിന്റെ മേലൊരു കൺട്രോള് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ കയ്യിലൂടെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ശ്രദ്ധയിലൂടെ മാത്രമേ ഇതിനെയൊക്കെ കടത്തി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണോ ലിനൻസ് കളക്ട് ചെയ്ത് വരുന്നത്, ഇതൊക്കെ ഇന്ന സ്ഥലങ്ങളിലൂടെ മാത്രം ഒരു സെൻട്രൽ റൂമിൽ അത് കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സോർട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ സെൻട്രൽ ഒരു റൂമിന്റെ കൺട്രോളിലായിരിക്കണം ഓൾ ദ ലിനൻസ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അങ്ങനെ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വിളിക്കുക. ഇനി ഡീസെൻട്രലൈസ്ഡ് സർവീസസ് ആണ് ലിനൻ സർവീസസ്. അതിനകത്ത് ഡിഫറെന്റ് യൂണിറ്റ്സ്, അത് പല യൂണിറ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോ വാർഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കാം. ഇവിടെയൊക്കെ അവരുടെ എന്താ പറയാ ലിനൻസ് ആണ്, അവർക്കൊക്കെ ഒരു കോട്ട ഉണ്ടായിരിക്കും. എത്ര ലിനൻ ആണ് അവരുടെ, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്രണ്ണം വേണം, വാർഡിൽ എത്രണ്ണം വേണം, അതിനൊക്കെ ഒരു കോട്ട ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഡിഫറെന്റ് യൂണിറ്റ്സിലായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക. ഏതൊക്കെ യൂണിറ്റിലേക്ക് എത്രയൊക്കെ വേണം അതിനൊരു കോട്ട ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്ര എണ്ണം വാർഡിലേക്ക്, ഇത്ര എണ്ണം എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, അങ്ങനെ ഡിഫറെന്റ് അവരുടെ നീഡ്സ് ഓഫ് കോട്ടാസ് അനുസരിച്ച് കോട്ട അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യുക, ഡിഫറെന്റ് യൂണിറ്റുകളിലേക്ക് കൊടുക്കാനുള്ള ആ ഒരു സിസ്റ്റമാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്.
അതിനകത്ത് ഡീസെൻട്രലൈസിങ് ആണ്. അതായത് സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണോ ലിനൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു സെൻട്രൽ റൂമില് സ്റ്റാഫ്സിന്റെ കൺട്രോളിൽ പോകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി സെൻട്രലൈസ്ഡ് ഒരു റൂം അതിനു വേണ്ടി കീപ്പ് ചെയ്യുന്നു. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തില് ലിനൻ സിസ്റ്റത്തില് എന്താ ചെയ്യുന്നത്, ഡിഫറെന്റ് യൂണിറ്റ്സിലേക്ക് വാർഡ്സിലേക്കോ തിയേറ്റേഴ്സിലേക്കോ അവർക്ക് അക്കോർഡിംഗ് ടു ദെയർ കോട്ട നീഡഡ് കോട്ട അവർക്ക് എത്ര എന്താ പറയാ ഇത്ര ഒരു ദിവസം ഇത്ര എണ്ണം ലിനൻസ് വേണം, ഇത്ര സാധനങ്ങൾ ഓരോന്നിന്റെയും സെറ്റുകൾ ഇത്ര എണ്ണം വേണം എന്നൊക്കെ ഒരു കോട്ട ഉണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു ദാറ്റ് ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ്. അത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി മിക്സഡ് ലിനൻ സർവീസ് ആണ്. അതെന്താണ്, സ്പെഷ്യൽ ഏരിയ ഓൺ ബേസ്ഡ് ഓൺ ഡീസെൻട്രലൈസേഷൻ ബട്ട് ദ റെസ്റ്റ് ഏരിയാസ് ആർ സെൻട്രലൈസ്ഡ്. അതായത് അതിന്റെ രണ്ടും കൂടിയുള്ള ഒരു ഇതാണ് മിക്സർ ആണ്. ചിലതൊക്കെ എന്താ പറയാ സ്പെഷ്യൽ ഏരിയാസിലേക്ക് മാത്രം പോകേണ്ടത് അത് സെൻട്രലൈസ്ഡ് രീതിയിലും അതുപോലെ തന്നെ ബാക്കിയുള്ളത് എന്താ പറയാ ഡീസെൻട്രലൈസ്ഡ് രീതിയിലും ആയിരിക്കണം ഹോസ്പിറ്റൽസിൽ അതിന്റെ ലിനൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് പോകേണ്ടത്. മാത്രമല്ല വൈൽ ഡീലിംഗ് വിത്ത് ദിസ് ലിനൻ ദേ ഹാവ് ടു ടേക്ക് എന്താ പറയാ ഇഫക്ട് ഓൺ ക്വാളിറ്റി കെയർ. അവർ കൊടുക്കുന്ന ലിനൻസ് ഏത് സെൻട്രലൈസ്ഡ് പ്രോസസ്സിൽ കൂടിയൊക്കെ കടന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ കൊടുക്കുന്നതൊക്കെ വളരെ കെയറോട് കൂടി ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വളരെ കെയറോട് കൂടി തന്നെ വേണം ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതിനവർ പറയുന്നുണ്ട് എന്താ പറയാ ഈ ലിനൻ. അപ്പൊ ഇതെങ്ങനെ അവർ മാനേജ് ചെയ്യുക എന്ന്, ഇത് ഇങ്ങനെ കുറെ വരുന്നു അതൊക്കെ വാഷ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കണം അങ്ങനെയൊന്നും അല്ല. അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ചില ഹോസ്പിറ്റൽസിൽ അവരുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് തന്നെ ഉണ്ടായിരിക്കും. എല്ലാ ഹോസ്പിറ്റൽസിലും എന്താ പറയുക നോർമൽ സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ ദേ വിൽ ഹാവ് 6 sets ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഒരു ബെഡിന് 6 സെറ്റ് എന്ന രീതിയിൽ ലിനൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ പ്രോസസ്സിംഗിലായിരിക്കാം, ചിലത് പേഷ്യൻസിന്റെ കയ്യിലായിരിക്കാം, അതായത് പേഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റ് ദാറ്റ് ടൈം പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ ചില സെറ്റുകൾ എന്ത് ചെയ്തിരിക്കാം ഓൺ ദ വേയിലായിരിക്കാം, ലോണ്ടറിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന വഴിയിലായിരിക്കാം, ചിലത് ഓൾറെഡി അവിടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, അതായത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പൊ ഇതിങ്ങനെ അടുത്തത് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് അടുത്തത് പോകുന്നു, പിന്നെ ഓൺ ദ വേയിലുള്ളത് വീണ്ടും കയറുന്നു, അങ്ങനെ ഒരു റൊട്ടേഷൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ each and every hospital നോർമൽ സ്റ്റേജിൽ 6 sets ഓഫ് ലിനൻസ് ഒരു ബെഡിന് എന്ന കണക്കാണ് കേട്ടോ. ഒരു പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഒരു ബെഡാണല്ലോ, അത് രണ്ടും. അപ്പൊ ഒരു പേഷ്യന്റ് ചിലപ്പോൾ ഇൻപേഷ്യൻസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ലിനൻസ് 6 സെറ്റെങ്കിലും ഒരു ബെഡിന് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആ 6 സെറ്റ് എന്തുകൊണ്ട് എന്ന് അവിടെ തൊട്ട് താഴെ നമുക്ക് അറിയാം. അപ്പൊ പറഞ്ഞത് ഈ എന്താ പറയാ നമ്മൾ പറഞ്ഞത് ഇപ്പൊ എന്താണ്, ലിനൻ ഡിസ്ട്രിബ്യൂഷന്റെ സിസ്റ്റത്തിനെ പ്രധാനമായിട്ട് 3 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ്, ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിൽ, സോ ദാറ്റ് ദ സ്റ്റാഫ്സ് ക്യാൻ കൺട്രോൾ ദ പ്രോസസിംഗ് ഓഫ് ലിനൻ പ്രോസസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് യൂണിറ്റ്സിൽ നിന്നും വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് അക്കോർഡിംഗ് ടു ദാറ്റ് കോട്ടാസ് നീഡഡ്, അവരുടെ കോട്ടയ്ക്ക് അനുസരിച്ച് അവർക്കത് തിരിച്ച് എന്താ ചെയ്യുക പ്രോസസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സർ ആണ്. ഇതിന്റെ സെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെയും ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഒരു മിക്സർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പറയാ, ചിലതൊക്കെ ഡീസെൻട്രലൈസേഷൻ മെത്തേഡില്, ചിലതൊക്കെ സെൻട്രലൈസ്ഡ് മെത്തേഡില്, ചിലതൊക്കെ അപ്പൊ തന്നെ എന്താ പറയാ അവരുടെ കോട്ട അനുസരിച്ചിട്ട് കൊടുക്കുന്നു, ചിലതൊക്കെ സെൻട്രലൈസ് ചെയ്ത് അവരുടെ റൂമിൽ കൺട്രോൾ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്ന രീതിയിൽ സ്റ്റാഫ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സെൻട്രലൈസ് ചെയ്തു എന്ത് ചെയ്യുന്നു അവർ സർവീസസ് നടത്തുന്നു. അപ്പൊ ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലുള്ളത്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് എന്താ പറയാ എവിടെയെങ്കിലും പേഷ്യൻസിന് ഈ ലിനൻ സെറ്റുകൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ടു അവോയ്ഡ് സച്ച് ഇത്തരം എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, ഇപ്പൊ എന്താ പറയാ ബെഡിന് ഷീറ്റ് ഇല്ല അല്ലെങ്കിൽ പില്ലോസിന് കവേഴ്സ് ഇല്ല, ബ്ലാങ്കറ്റ്സ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈച്ച് ആൻഡ് എവറി ഹോസ്പിറ്റൽ ഷുഡ് ഹാവ് 6 sets ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഓരോ ബെഡിനും 6 സെറ്റ് എന്ന നിരക്കിൽ എന്തുണ്ടായിരിക്കണം, അവരുടെ എന്താ പറയാ ലിനൻ സെറ്റ് ഉണ്ടായിരിക്കണം. ഈ 6 സെറ്റ് എപ്പോഴും ഇങ്ങനെ റൊട്ടേഷനിലായിരിക്കും കേട്ടോ. ഒരു ബെഡിൽ ഒരാൾ ഇപ്പോ കിടക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ റൊട്ടേഷനിലാണ്. ആ റൊട്ടേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ പറയാ 2 എണ്ണം ചിലപ്പോ എന്താ പറയാ ബെഡിൽ തന്നെ, അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരെണ്ണം അവിടെ തന്നെ മാറ്റി വെച്ചിരിക്കുന്നു, ഒരെണ്ണം അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു, ഒരെണ്ണം ചിലപ്പോൾ 2 എണ്ണം അത് എടുത്തിട്ട് എവിടേക്ക് ലോണ്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലായിരിക്കാം. അത് അവിടെ ലോണ്ടറിയിൽ എത്തണം, പിന്നെ അത് പ്രോസസിങ് കഴിഞ്ഞ് വരണം. ഓൾറെഡി അവിടെ 2 എണ്ണം നേരത്തെ ഉണ്ടായിരിക്കും. അത് എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ടേക്ക് വരാനുള്ള റെഡി ആയിട്ട് നിൽക്കായിരിക്കും. കാരണം ഇത് അവിടെ നിന്ന് ചെല്ലുമ്പോഴേക്കും മറ്റേത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത് എടുത്തോണ്ട് വരാം. അപ്പൊ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കും.
അതാണ് പറഞ്ഞത്. ഇനി ഒരു സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ 6 സെറ്റ് ഉണ്ടാവണമെന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ ഒരു സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 ഷീറ്റും 1 പില്ലോ കവറും ആണ് കേട്ടോ. ഒരു ഷീറ്റ്, ബെഡിൽ വിരിക്കുന്ന ഒരു ഷീറ്റും ഒരു പില്ലോക്ക് ഒരു പില്ലോ കവറും ആയിരിക്കും. അങ്ങനെയാണ് ഒരു സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ 6 സെറ്റുകൾ ഉണ്ടായിരിക്കണം. ഇനി എങ്ങനെയാണ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. നോക്കിയേ, 2 സെറ്റ്സ് ഫോർ വാഷ്, 2 സെറ്റ് വാഷിന് വേണ്ടിയിട്ട്. അതായത് 2 വാഷിന് വേണ്ടി എന്ന് പറയുമ്പോൾ 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ടറി വൈൽ 1 ഷീറ്റ്സ് ഓൾറെഡി ഇൻ ലോണ്ടറീസ് വാഷിംഗ് സൈക്കിൾ അല്ലെ. അതായത് 2 സെറ്റുകൾ വാഷിന് വേണ്ടി കൊടുക്കുമ്പോൾ ഒരെണ്ണം എന്താ പറയാ, ഒരു സെറ്റ് ലോണ്ടറിയിൽ വാഷിന് വേണ്ടിയിട്ട് അവിടുത്തെ സൈക്കിളിൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരെണ്ണം ഓൺ ദ വേയിലും. അങ്ങനെ ഒരു എന്താ പറയാ 2 സെറ്റുകൾ. പിന്നെ 2 സെറ്റ്സ് ഇൻ യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 2 ഓൾറെഡി ബെഡിന്റെ അടുത്താണ്, ഒന്ന് റെഡി ടു യൂസ്ഡിനും ഒരെണ്ണം ഓൾറെഡി അത് വിരിച്ചിട്ടിരിക്കുന്നതുമായിരിക്കും. പേഷ്യന്റിന്റെ കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അതേസമയം ഒരെണ്ണം റെഡി ആക്കി. ഇപ്പൊ ഇനി ഇത് മാറ്റി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഇടണം, അവിടെ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ നേരില്ല. അതാണ് പറഞ്ഞേക്കണേ. ഒരെണ്ണം നമ്മളൊരു സ്റ്റോക്ക് ആയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതാണ് 2 സെറ്റ്. പിന്നെ 2 സെറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും എന്ത്, സ്റ്റോക്ക്. അതായത് റെഡി ആയിട്ട് നമ്മുടെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ലോണ്ടറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സ്റ്റോക്ക് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ സ്റ്റോർ റൂമിൽ റെഡിയാക്കി, അതിന് നമ്മൾ പറഞ്ഞല്ലോ ഒരു കൗണ്ടർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ കൗണ്ടറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. വെനെവർ ദേ ആർ ആസ്കിംഗ് ഫോർ ഇറ്റ്, അവരെപ്പോഴാണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് അവർക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ 6 സെറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ 2 സെറ്റുകൾ വാഷിന് പോകുന്നു, 2 സെറ്റ് യൂസിൽ എടുക്കുന്നു, 2 സെറ്റ് സ്റ്റോക്കിൽ ഇരിക്കുന്നു എന്നാണ്. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗം എന്താണ് ലോണ്ടറി സർവീസസ് അഭിമുഖീകരിക്കുന്ന ചില ചാലഞ്ചസ്, അതായത് വെല്ലുവിളികൾ എന്താണ് മേജർ ആയിട്ട് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില ചാലഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ലോസ് ബൈ തെഫ്റ്റ് ഓർ എന്താ പറയാ ലോസ് ഓഫ് എന്താ പറയാ ലിനൻ ആണ്. ബൈ തെഫ്റ്റ് ആകാം, എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുക. ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, നഷ്ടപ്പെടാം. ചിലപ്പോൾ ഉണ്ടാകുമല്ലോ, എവിടെ ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകാം. അപ്പൊ ആ രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, HAI, അതായത് എന്താ പറയാ ഹോസ്പിറ്റലിന് പ്രത്യേകമായിട്ട് ചില എന്താ പറയാ അവര് ഈ പറയുന്ന പോലെ റൊട്ടേഷനിൽ നടക്കുന്ന സമയത്ത് ലിനൻസിൽ നിന്നൊക്കെ മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു വരുന്നത് അത് അവരുടെ ഈ പറയുന്ന ലിനനിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു മറ്റൊരു കാരണമാണ്, അല്ലെങ്കിൽ ഒരു ചലഞ്ചാണ്. കാരണം അതൊക്കെ ഡിസ്ഇൻഫെക്റ്റ് ആക്കാനായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ സ്പെയർ ഇല്ല. ഭയങ്കരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് എന്താ പറയാ ഹോസ്പിറ്റലിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്, അതായത് ലോണ്ടറി ഒക്കെ ഉണ്ട് പക്ഷെ വളരെ ഹൈജീനിക് ആയിട്ടൊന്നും അല്ല, അവിടെയും തന്നെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഹൈജീനിക് എന്ന് പറയുന്ന ഒരു പോളിസി പ്രിൻസിപ്പിൾ ഇല്ലാതെ അവര് എന്ത് ചെയ്യാ തോന്നിയ പോലെയൊക്കെ ഡിസ്ഇൻഫെക്റ്റഡ് ആക്കുന്നില്ല, അല്ലെങ്കിൽ ടൈന്റഡ് ആയിട്ടുള്ളത് എന്താ പറയാ പലതരത്തിലുള്ള ഫ്ലൂയിഡുകളൊക്കെ വീണ സാധനങ്ങളൊക്കെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വൃത്തിയാക്കുന്നതൊക്കെ ഭയങ്കര ഹൈജീനിക് പ്രോബ്ലംസ് സൃഷ്ടിക്കും. അപ്പൊ അത്തരം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ഇല്ലാത്തതിന്റെ ഫലമായിട്ടും പല രോഗങ്ങൾ സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. പിന്നെ എന്താ പറയാ ഇതിന്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ചെലവുണ്ട്. നമ്മൾ പറഞ്ഞു ഒരുപാട് എക്യുപ്മെന്റ്സ് വേണം, അതുപോലെ ഒരുപാട് ജോലിക്കാർ വേണം, ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഹൈ കോസ്റ്റ് ആണ് എന്നുള്ളത് മറ്റൊരു ചാലഞ്ച് ആണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ് ഈസ് അനദർ കോസ്. എന്താണ് ബ്രേക്ക് ഡൗൺ ആകുക, അതായത് മെഷീൻസ് ഒക്കെ എല്ലായ്പ്പോഴും എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനിലാകണം നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ പല രീതിയിലും അതിന് പ്രോബ്ലംസ് ഒക്കെ വരും, റിപ്പയറിംഗ് ഒക്കെ വരും. ആ റിപ്പയറിംഗ് വരുന്ന സമയം ആള് വന്ന് റിപ്പയർ ചെയ്യാനെടുക്കും. നമ്മൾ അതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. റിപ്പയർ ചെയ്യുന്ന ആളുടെ ഒരു നമ്പർ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് മാനുഫാക്ചറേഴ്സ് ചെയ്ത സ്ഥലത്ത് പോയിട്ട് ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലെ. ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയി, ഇത് ഉത്പാദിപ്പിച്ച ആളുടെ നമ്പറാണ് വാങ്ങിച്ച് കൈ പിടിച്ചേക്കണേ, വല്ല രക്ഷ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഒത്തിരി ഡിലേ ആകും. അപ്പൊ ഡിലേ ആകും തോറും ഇവിടെയും പ്രശ്നങ്ങൾ വരും. ലിനൻ ആവശ്യം വേണ്ട സമയത്ത് അത് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിലേക്കൊക്കെ പോകും. അപ്പൊ അത് ലോണ്ടറി മെഷീൻസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആകുന്നതും മറ്റൊരു ചലഞ്ചാണ് ആര് ഫേസ് ചെയ്യുന്നത്, ലോണ്ടറി സർവീസ് ഫേസ് ചെയ്യുന്നത്.
ഇനി ഇത്രയൊക്കെ ആണെങ്കിലും എപ്പോഴും ഹോസ്പിറ്റൽ ഷുഡ് ഗിവ് മോർ റെസ്പോൺസിബിലിറ്റി ഫോർ പ്രൊവൈഡിങ് സേഫ്, ക്ലീൻ, ആംപിൾ ലിനൻ അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി. എങ്ങനെയൊക്കെ വന്നാലും ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസ് ഉണ്ടെങ്കിൽ ഈ അവർ കളക്ട് ചെയ്യുന്ന ലിനൻസ് ഒക്കെ വളരെ സേഫ് ആയിട്ട്, വളരെ ക്ലീൻ ആയിട്ട്, വളരെ എന്താ പറയാ ഡിസിപ്ലിൻഡ് ആയിട്ട്, ഹൈജീനിക് ആയിട്ട് ആളുകൾക്ക്, പേഷ്യൻസിനോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കോ റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. റൈറ്റ് ക്വാളിറ്റിയിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഈച്ച് ആൻഡ് എവറി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓർ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ എയിം, അല്ലെങ്കിൽ അവർക്ക് ലക്ഷ്യം വെക്കാം എങ്ങനെ ദേ ക്യാൻ മെയിൻറ്റെയിൻ ദ കെയർ ഓഫ് ദ പേഷ്യൻസിന്റെ കൂടുതൽ കെയറിങ് അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റും, പേഷ്യൻസിനെ കംഫർട്ടബിൾ ആക്കാനായിട്ട് പറ്റും. അൾട്ടിമേറ്റ്ലി അവരെയൊക്കെ സേഫ് ആൻഡ് ഹെൽത്തി ആക്കാനും ഹോസ്പിറ്റൽസിന് സാധിക്കും ഇഫ് ദെയർ ലോണ്ടറി സിസ്റ്റം ഈസ് വർക്കിംഗ് പ്രോപ്പർലി, പ്രോസസിംഗ് പ്രോപ്പർലി ആൻഡ് ദെയർ ഹൈജീൻ ഒക്കെ ആണെങ്കിൽ, നല്ല രീതിയിൽ പ്രോസസിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ലോണ്ടറി സർവീസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, പേഷ്യൻസിന്റെ കംഫർട്ട്, സാറ്റിസ്ഫാക്ഷൻ, ഹെൽത്തി ഒരു ലിവിങ് കണ്ടീഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും ഹോസ്പിറ്റൽസിന് പറ്റും. ആൻഡ് അതോടൊപ്പം തന്നെ പേഷ്യൻസിൽ നിന്ന് എന്താ പറയാ അവർക്ക് ഒരു വലിയ അംഗീകാരം, അല്ലെ, ഒരു എന്താ പറയാ എസ്തെറ്റിക് വാല്യൂ, പബ്ലിക് മൂല്യം ഒക്കെ പിടിച്ചെടുക്കാനൊക്കെ ഹോസ്പിറ്റൽസിന് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമൊക്കെയാണ് നമ്മൾ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ഇൻ ഹോസ്പിറ്റലിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ ക്ലിയർ ആയോ പറഞ്ഞതൊക്കെ? ഇത് സിമ്പിൾ ആണ്, ഇതൊക്കെ വെറുതെ നമുക്ക് വായിച്ചു നോക്കിയാലും മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ നമ്മൾ ഇന്ന് എടുത്ത ഭാഗം തുടങ്ങി സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ തുടങ്ങി ഒന്ന് വായിച്ചു നോക്കാം. ടീച്ചർ ഡൗട്ട് ഉണ്ട്. ടീച്ചർ ഈ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോണ്ടറി കളക്റ്റഡ് ആ സെക്ഷൻ ഒന്ന് പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഇന്നലെ എടുത്തതിന്റെ അല്ലെ? പറയാം. അതാണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി. അതായത് നമ്മള് ഡിഫറെന്റ് എന്താ പറയാ ലിനൻ എന്തൊക്കെ രീതിയിലുള്ളതാണെന്ന്, അതായത് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണെന്നാണ് ഉദ്ദേശിച്ചത്. മറ്റേത് പറഞ്ഞത് നേരത്തെ നമ്മൾ വേറൊരെണ്ണം അതിനേക്കാൾ മുമ്പ് ഒരു ടോപ്പിക് പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? അതെന്ത് കാര്യമായിരുന്നു പറഞ്ഞത്? ഡിഫറെന്റ് മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ ലിനനിൽ വരുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസ്, അത് എന്തൊക്കെ തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള കോട്ടൺ, ജനറൽ യൂസിന് വേണ്ടിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് ഏതൊക്കെ തരത്തിലുള്ള ലോണ്ടറി ആണ് നമ്മൾ എന്താ പറയാ കളക്ട് ചെയ്യുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളിൽ, പല ഏരിയാസിൽ നിന്നും. ഒന്ന് യൂസ്ഡ് ലിനൻ ആണ്, അതായത് പേഷ്യന്റുകൾ എന്താ പറയാ അവര് ഉപയോഗിക്കുന്നതാ. പക്ഷെ അതിനകത്ത് എന്താ പറയാ മറ്റു തരത്തിലുള്ള കറകള്, അല്ലെ, ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ മറ്റ് ഒന്നും തന്നെ ഒന്നും വീണിട്ടില്ല. അതായത് വളരെ പേഷ്യന്റിന് അവരുടെ കെയറിന് വേണ്ടി കൊടുക്കുന്ന കുറച്ച് ലിനനാണ്. അത് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ലിനൻ അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനകത്ത് പെയിന്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ ഈ കറയോ അല്ലെങ്കിൽ പാടുകളോ അങ്ങനെയൊന്നും ഇല്ല, ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല, അവര് ധരിപ്പിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അത്തരം പേഷ്യൻസ് ഉപയോഗിച്ച ലിനനെയാണ് നമ്മൾ യൂസ്ഡ് ലിനൻ എന്ന് വിളിക്കുക. സോയിൽഡ് ലിനൻ എന്ന് പറയുമ്പോൾ മേ ബി ഇറ്റ് ഇൻക്ലൂഡ് സം ഇൻഫെക്ഷൻസ്. അതിനകത്ത് ചില എന്താ പറയാ കണ്ടാമിനേഷൻസ് സാധ്യതയുണ്ട്, ബാക്ടീരിയ ചിലപ്പോൾ അടങ്ങിയതാകാം. അതായത് അങ്ങനെയുള്ള പേഷ്യൻസ് ഉപയോഗിച്ച ലിനനെയാണ് നമ്മൾ സോയിൽഡ് ലിനൻ എന്ന് വിളിക്കുക. അതിനകത്ത് ചിലപ്പോ മറ്റു തരത്തിലുള്ള ഫ്ലൂയിഡുകൾ, ബോഡി ഫ്ലൂയിഡുകൾ ആകാം, അല്ലെങ്കിൽ സെക്രേഷൻസ്, എക്സ്ക്രീഷൻസ് ഓഫ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിസർജ്യങ്ങളോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, രക്തസ്രാവങ്ങളൊക്കെ, അങ്ങനത്തെ ബ്ലഡിന്റെ ടെയിന്റ്, ഇങ്ങനെയുള്ളതൊക്കെ വീണിട്ടുള്ള കണ്ടാമിനേഷന് സാധ്യതയുള്ളതും ഇത്തരം ഫ്ലൂയിഡുകളൊക്കെ വീണ് കറ പിടിച്ചതുമായിട്ടുള്ള ലിനനെയാണ് നമ്മൾ സോയിൽഡ് ലിനൻ എന്ന് വിളിക്കാം. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ സോയിൽഡ് ലിനനും വരാം, ചിലപ്പോൾ യൂസ്ഡ് ലിനൻ. അതിനകത്ത് എന്തുണ്ടാകും, പേഷ്യൻസ് ചില ആളുകൾക്ക് ദേ ആർ സസ്പെക്ടഡ് ഫോർ ഇൻഫെക്ഷൻ, അതായത് അവയിൽ നിന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ലിനനെയാണ് നമ്മൾ ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ മാറ്റി വളരെ ശ്രദ്ധയോടെ വെക്കണം. കാരണം അത് അത്തരം ഒരു പേഷ്യന്റിന് അങ്ങനത്തെ ഒരു അസുഖം, ഇൻഫെക്ഷൻസ് സാധ്യത കൂടുതലുള്ള എന്താ പറയാ പേഷ്യന്റ് ഉപയോഗിച്ചതാണ് എന്നുള്ള രീതിയിൽ അതിന് നമ്മൾ പ്രത്യേകം പരിഗണന കൊടുത്തിട്ട് അത് മാറ്റി ഇടുക. മറ്റുള്ള ലിനന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇൻഫെക്ഷൻ വെറുതെ നമ്മൾ എന്തിനാ മറ്റു ഇതിലേക്കൊക്കെ പകർത്തണം, അല്ലേ? അപ്പൊ അതിനൊക്കെ ശ്രദ്ധ കൊടുത്ത് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത് സോയിൽഡ് ഓർ യൂസ്ഡ് ലിനൻ തന്നെയാണ്. പക്ഷേ ഇറ്റ് വിൽ ബി ദ പേഷ്യൻസ് വിച്ച് ഹു ആർ used such as suspected of infections സസ്പെക്ട് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്ത അത്തരം പേഷ്യൻസ് ഉപയോഗിച്ച സോയിൽഡ് യൂസ്ഡ് ആയിട്ടുള്ള ലിനനെ ആയിരിക്കാം ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് വിളിക്കാം. തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ, സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ഉപയോഗിക്കുന്ന ലിനനാണ്. അത്രേ ഉള്ളൂ.
അപ്പൊ 4 തരത്തിലുള്ള ലോണ്ടറീസ് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: യൂസ്ഡ്, സോയിൽഡ്, ഇൻഫെക്റ്റഡ് ആൻഡ് തിയേറ്റർ ലിനൻ. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇവിടെ തുടങ്ങി ഒന്ന് വേഗം വായിക്കാം. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയാം. നമ്പർ ഓഫ് ലിനൻസ്, അതിന്റെ സെറ്റ്, അതിന്റെയൊക്കെ എണ്ണം ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എവിടെയൊക്കെയാണത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കാം. കഴിഞ്ഞോ? ടീച്ചർ, ആ, ഇന്നലെ ക്വസ്റ്റ്യൻസ് തന്നായിരുന്ന ഇന്നലെ ക്വസ്റ്റ്യൻസ് തന്നായിരുന്ന ക്വസ്റ്റ്യൻസ് തന്നായിരുന്നോ? ആ, എഴുതാനായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നായിരുന്നോ ഇന്നലത്തെ ക്ലാസ്സിൽ? കൊടുത്തിരുന്നു. 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നല്ലോ.
ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് കണ്ടോ? കണ്ടില്ല ടീച്ചർ. ഇന്നലെ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അന്നേരം അതൊന്ന് നോക്കിയിട്ട് എഴുതിയിരിക്കേ. ഓക്കെ ടീച്ചർ. സിമ്പിളാണ്. ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ, അണുവിമുക്തമാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റലാണ്, അപ്പൊ ഒത്തിരി അണുക്കളൊക്കെ ഉള്ള ഇത് സംഭവമാണ്. അതിനകത്ത് ലോണ്ടറി സർവീസസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ലോണ്ടറി നമുക്ക് ഹോസ്പിറ്റൽസിൽ തന്നെ വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് ഔട്ട്സോഴ്സിങ്ങിലൂടെ നമുക്ക് ആ സേവനം ലഭ്യമാക്കാം. അപ്പോ അതിന്റെ എന്താ പറയാ ഇമ്പോർട്ടൻസ്, അതിന്റെ വരുന്ന എന്താ പറയാ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെ തരത്തിലുള്ള ലിനൻസ് ആണ് ഉപയോഗിക്കുന്നത്, അതിനെയൊക്കെ പറയുന്ന പേരുകൾ എന്താണ്, പിന്നെ അത് ഫേസ് ചെയ്യുന്ന എന്താ പറയാ ചാലഞ്ചസ്, അങ്ങനെയൊക്കെ ഒക്കെ തന്നെയാണ്. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ഈ പാഠത്തില് ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്തതൊരു കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. വലിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ശരിക്കും. എന്ന് വെച്ചാ ശരിക്കും ഇത് പറഞ്ഞാൽ ഒരു ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, ആ രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം പോലെ എടുക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലേ, നിങ്ങളെ ചാപ്റ്റർ ഒക്കെ നമ്മളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലില്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഇനി അടുത്തത് എടുക്കാനുള്ള ആ ഒരു മൊഡ്യൂളില്. ഓക്കെ, എഴുതിക്കോട്ടെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. Tainted linen should be clearly labeled, labeled, labeled and kept, kept in dash, kept in dash. At the question, if a patient has an if a patient has a dash disease or is on contact precautions, comma, clothes should be washed separately. Clothes should be washed separately. Clothes should be washed separately. Next one, another question. Dash services are done on the basis of decentralization, on the basis of decentralization, comma, but the rest of the areas follow, FOLLOW, follow centralized linen supplies. Centralized linen supplies. Centralized linen supplies. Another question. Every hospital should have
should have dash of linen for each bed. Dash of linen for each bed. Dash of linen for each bed. Next one. What are the challenges? What are the challenges? CHALLENGES. Challenges faced by laundry departments. What are the challenges faced by laundry departments? Next one. The aim of every healthcare department, is to make sure, the aim of every healthcare department is to make sure their patients are dash and they are safe and healthy. Dash and they are safe and healthy. Okay. എത്ര ക്വസ്റ്റ്യൻ ആയി? ഒന്ന് വേഗം ഒന്ന് അതിന്റെ ആൻസേഴ്സ് ഒന്ന് വേഗം എഴുതിയിട്ട് പറഞ്ഞേ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? അധികമില്ലല്ലോ. ഒന്ന് വേഗം എഴുതിയത് ഇത്രേ ഉള്ളൂ. കുറച്ച് ഭാഗമല്ലേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ആൻസർ എഴുതാൻ പറഞ്ഞത് കേട്ടോ. ഒന്ന് വേഗം എഴുതാം. ആൻസർ എഴുതിയിട്ട് പറയാം. ഇത് കഴിയുമ്പോ പറയണേ.
ടീച്ചർ കഴിഞ്ഞു. ആ ഒന്ന് വായിച്ചേ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ വായിച്ചേ എല്ലാവരും ശരിയാണോ നോക്കാം. Stained linen should be clearly labeled and kept in bag or bucket. Bag ആണ് ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ, അതിന്റെ എക്സാമ്പിൾ ആണ് ബാഗ് ഓർ ബക്കറ്റ് എന്നൊക്കെ എഴുതിയേക്കുന്നത് കേട്ടാ. അപ്പൊ ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ ആണ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ക്ലിയർലി ലേബൽ ചെയ്തിരിക്കണം, മാത്രമല്ല ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെയ്നറിൽ സൂക്ഷിക്കണം. അതായത് ലീക്ക് വരാൻ പാടില്ല, ഒന്നും ലീക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് ആകാൻ പാടില്ല, അല്ലാത്ത രീതിയിൽ. അതാണ് ബാഗ് അല്ലെങ്കിൽ ബക്കറ്റ് എന്നൊക്കെ പറഞ്ഞേക്കണേ, ലീക്ക് ആകാത്ത. എക്സാമ്പിൾ ആണത്. നിങ്ങൾ എഴുതേണ്ട ഇവിടെ ആൻസർ ചെയ്തേണ്ടത് ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ ആണ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്താട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ വായിക്കണേ, അല്ലെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതല്ലേ. If a patient has dash disease or is on contact precautions, clothes should be washed separately. കണ്ടേജിയസ് ഡിസീസ് ആണ്. സാംക്രമിക രോഗങ്ങൾ ഏതെങ്കിലും പേഴ്സൺസിനുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം ക്ലോത്ത്സ് ഒക്കെ സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കണ്ടേജിയസ് ഡിസീസ് ആണ്. ഓക്കെ, അടുത്തത്. Dash services are done on the basis of decentralization, but the rest of the areas follow centralized linen supplies. സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ സർവീസസും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിലാ? മിക്സ്ഡ് ലിനൻ സർവീസസിലാണ്. ഓക്കെ. Every hospital should have dash set of linen for each bed. ഡാഷ് ഉണ്ടായിരിക്കണം. എത്ര സെറ്റ് ഉണ്ടാവണം? 6 sets. ഓക്കെ. What are the challenges faced by laundry department? Challenges എല്ലാം എഴുതണം. challenges എന്താണെന്ന് എഴുതാം. Loss of linen or theft, hospital record infection, lack of well-defined laundry hygiene process, high cost and breakdown of laundry machines. Okay, very good. അടുത്തത്. Aim of every health department is to make sure their patients are dash and they are safe and healthy. Comfortable. അതെ, ഏതൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹോസ്പിറ്റൽസിന്റെ ഒക്കെ എയിം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എന്തുറപ്പുവരുത്തണം? പേഷ്യൻസിന് കംഫർട്ടബിൾ ആണോ, അവരുടെ കംഫർട്ടബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സേഫ് ആക്കണം, അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കണം. മാത്രമല്ല അവർ എത്രത്തോളം കംഫർട്ടബിൾ ആണ് ഹോസ്പിറ്റലിൽ വന്നിട്ട്, അവിടുത്തെ സേവനങ്ങളാലും അല്ലെങ്കിൽ അവിടുത്തെ ഹൈജീൻ, ഡിസിപ്ലിൻ, ഇതെല്ലാം അതിന് ഒരു എന്താ പറയാ, ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ പേഷ്യൻസ് കംഫർട്ടബിൾ ആകുള്ളൂ. കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് കംഫർട്ടബിൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് അത് ഉറപ്പുവരുത്തേണ്ടത് ഏത് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെയും എയിം ആയിരിക്കണം. അതാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കേട്ടാ. അപ്പോ ഇതാണ് നമ്മളുടെ കഴിഞ്ഞ ഈ ചാപ്റ്റർ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. നമ്മളുടെ ചാപ്റ്റർ തീർന്നു. ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. എന്തൊക്കെയാണ് ലോണ്ടറി സർവീസസിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ലിനൻ സർവീസസ്, ഏതൊക്കെ തരത്തിലുള്ള ലിനൻ ആണ്, ഏതൊക്കെ തരത്തിലുള്ള ലോണ്ടറി ആണ് അവിടെ എന്താ പറയാ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നത്. അതിന്റെ എന്താ പറയാ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അത് ലോണ്ടറി സർവീസിന് അതിന്റെ പങ്ക് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് കൊണ്ടുവരണോ അല്ലെങ്കിൽ പുറത്തു കൊടുത്ത് ചെയ്യിക്കണം, ഔട്ട്സോഴ്സിങ് ആക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിന്റെ പ്രോസസ്സിങ് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു തീർത്തത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ഇരിക്കുമ്പോ ഒക്കെ നന്നായിട്ട് പഠിക്കുക. കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം 1 വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കണം. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ക്ലാസ്സിനകത്ത് തരുന്നുണ്ട്. കൂടാതെ നമ്മളുടെ ക്ലാസ് മോക്ക് ടെസ്റ്റുകളായിട്ട് തരുന്നുണ്ട്. അതെല്ലാം തന്നെ വായിച്ചൊക്കെ നോക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ വേറെ രീതിയിലോ നമുക്ക് ക്വസ്റ്റ്യൻസ് പല രീതിയിലും ഉണ്ടാക്കാമല്ലോ അല്ലെ. പല രീതിയിലും നമ്മൾ തന്നെ സെന്റൻസ് തന്നെ വേണമെന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന എന്താ പറയാ ആൻസർ ചിലപ്പോൾ സെയിം ആയിരിക്കാം, ഒരൊറ്റ ആൻസർ ആയിരിക്കാം, പക്ഷെ ഡിഫറെന്റ് വേയിൽ അത് ചോദിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് വായിച്ചും കൂടി മനസ്സിലാക്കി വെക്കണം. ഏത് രീതിയിലെ ക്വസ്റ്റ്യൻസ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്തിരിക്കുന്ന അതേ സെന്റൻസ് തന്നെ വെട്ടിയെടുത്തിട്ട് ഏതെങ്കിലും ഒരു വാക്ക് വിട്ടുപോയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ എഴുതുമ്പോഴൊക്കെ അങ്ങനെ വരിക. ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് വളച്ചൊടിച്ച് ഉണ്ടാക്കി
ക്വസ്റ്റ്യൻസ് ആക്കിയൊക്കെ വരും. അപ്പൊ പിന്നെ നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെ വായിച്ച് തന്നെ മനസ്സിലാക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് പഠിക്കരുത്, നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് പഠിക്കരുത് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. കാരണം ആ ക്വസ്റ്റ്യൻ ഒരു വഴിയിൽ ഇങ്ങനെ തന്നു, ഇന്ന രീതിയിൽ ചോദ്യരൂപേണ തന്നു, പക്ഷെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത് അതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഒരു കാര്യത്തെ നമുക്ക് പല രീതിയിലും ചോദിച്ചന്വേഷിക്കാം, അറിയാം അല്ലെ? അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. എന്താ ഇത്തിരി എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം വേഗം പറന്നൊന്നും പോകാൻ പറ്റുന്നില്ല. നോക്കാം, അത് കേൾക്കുമ്പോ തന്നെ മെഡിക്കൽ ടെർമിനോളജി എന്ന് കേൾക്കുമ്പോ എന്താ നിങ്ങളുടെ മനസ്സിൽ തോന്നിയേ? എന്തായിരിക്കും, എന്തുമായി ബന്ധപ്പെട്ടതാകാം മെഡിക്കൽ ടെർമിനോളജി എന്ന് കേൾക്കുമ്പോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റത്തെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. എന്റെ ഇത് കുറച്ച് കൂടുതലുണ്ട്. അത് കുറച്ച് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കാൻ കുറെയല്ല, അതായത് ഇങ്ങനത്തെ എന്താ പറയാ തിയറിറ്റിക്കൽ ആയിട്ടുള്ളതല്ല, കുറെ അബ്രിവിയേഷൻസ്, കുറെ ഷോർട്ട് ഫോംസ് ഒക്കെ. ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഏതൊരു ഓർഗനൈസേഷനിലും ചില കാര്യങ്ങൾക്ക് അവരുടേതായ എന്താ പറയാ ലാംഗ്വേജ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽസിനും അതിൻ്റെതായ ഒരു ലാംഗ്വേജ് ഉണ്ടാകും. നമ്മൾ അപ്പൊ പറയും ലാംഗ്വേജ് എന്താ, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇങ്ങനെയൊക്കെയല്ലേ ലാംഗ്വേജ്. അതല്ല, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പല രീതിയിലും അവര് ചില കോഡിങ്സും ചില കോഡുകൾ പോലെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ചില വാക്കുകളെ ഷോർട്ടാക്കും, അബ്രിവിയേറ്റ് ചെയ്യും കോഡിലൂടെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതാണ് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എന്താ പറയാ എ വേർഡ് ഓർ ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് സ്പെസിഫിക്കലി ഇൻ മെഡിക്കൽ ഓർ ഹെൽത്ത് കെയർ ഫീൽഡ്. അതായത് ഹെൽത്ത് കെയർ ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ലാംഗ്വേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, മെഡിക്കൽ ടെർമിനോളജി എന്ന് വിളിക്കാം. സാധാരണയായിട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ്, എന്താ പറയുക, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ, പ്രൊസീജിയേഴ്സ്, പ്രോസസ്സ്, ട്രീറ്റ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ അനാറ്റോമിക്കൽ സ്ട്രക്ചർ, ഇത് ബോഡി പാർട്സും അതിന്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യും. നമ്മൾ സാധാരണ കോമൺ മാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നഴ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും, ചില ലാംഗ്വേജസ് ഉപയോഗിക്കും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അല്ല ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇവര് ചില ടേംസ് ഒക്കെ ചില മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കും. അത് തന്നെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ ലാംഗ്വേജ് ഓർ എ വേർഡ്. സ്പെസിഫിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ ഓർ ഹെൽത്ത് ഫീൽഡ്. ഹെൽത്ത് ഫീൽഡിലോ മെഡിക്കൽ ഫീൽഡിലൊക്കെയാണ് കൂടുതലും മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിക്കാം. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് നമുക്കറിയാം, യൂഷ്വലി മെഡിസിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകളിൽ നിന്നൊക്കെയാണ് നമ്മുടെ മെഡിസിന്റെ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉത്ഭവം അവിടെ നിന്നാണ്. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണോട്ടാ. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഹാസ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ലാംഗ്വേജ്. കാരണം എല്ലായിടത്തും, എല്ലാ മെഡിക്കൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ നമ്മൾ ചെന്നാലും എന്താ പറയാ ഇന്റർനാഷണൽ ആയിട്ട്, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല അന്ന് പുറത്ത് എവിടെയൊക്കെ ചെന്നാലും ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ ഉപയോഗിക്കുക. കാരണം അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ചില ടേമുകളെയൊക്കെ അവര് ഷോർട്ടാക്കി പല രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ നമ്മള് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെയല്ല അതിനകത്ത് ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സും നഴ്സുമാരും തമ്മിൽ അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. മാത്രമല്ല മെഡിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ, മെഡിക്കൽ വർക്കേഴ്സുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ദിസ് ലാംഗ്വേജ് ഈസ് വെരി എസെൻഷ്യൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. കാരണം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, വർക്കേഴ്സ്, ഡോക്ടേഴ്സ് ഇവരെല്ലാവരും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഒരു ലാംഗ്വേജ് ആയിരിക്കും ഉപയോഗിക്കാം. ഇനി ഇത് എന്താ പറയാ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ, അതുപോലെ തന്നെ എലമെന്റ്സ് ലൈക്ക് എന്താ പറയാ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ചില എലമെന്റുകള്, മെത്തേഡുകള്, ചില സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കാം.
അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പഠിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകണമെങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണെന്നറിയാമോ? ബൈ സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് സച്ച് ആസ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, റൂട്ട് വേർഡ്, അതൊക്കെ വേറെ വേറെ മനസ്സിലാക്കണം. അതായത് ഒരു എന്താ പറയാ, ഹോസ്പിറ്റലിനകത്ത് പല വാക്കുകളും ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ചില പ്രിഫിക്സുകളും ചില സഫിക്സുകളും ആ വേർഡും ഒക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ടോ ഷോർട്ടാക്കിയോ ഒക്കെ ആയിരിക്കും പറഞ്ഞിരിക്കാം. അപ്പൊ നമ്മൾ കൂടുതൽ അറിവ് നമുക്ക് ആ ഒരു ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്താ പറയാ, മെഡിക്കൽ ടെർമിനോളജി അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ചില എന്താ പറയാ അബ്രീവിയേഷൻസ് ആകാം, അല്ലെങ്കിൽ ഇന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട്. സോ അതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു എന്താ പറയാ, ടു അണ്ടർസ്റ്റാൻഡ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ we have to separate the components such as prefix, suffix and the root word. നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിൽ നിന്ന് അതിന്റെ മെയിൻ ആയിട്ടുള്ള വേർഡ്, റൂട്ട് വേർഡ്, പ്രിഫിക്സും സഫിക്സും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്നാലേ മെഡിക്കൽ ടെർമിനോളജി നന്നായി ക്ലിയർ ആകുള്ളൂ. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു സെപ്പറേറ്റ് പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡും ഒക്കെ സെപ്പറേറ്റ് ചെയ്യണം. ഇനി എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ്, എന്താണ് റൂട്ട് വേർഡ്, എന്താണ് അബ്രീവിയേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് പ്രിഫിക്സ്? ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിക്കുന്നതാണ്. എന്താ പ്രിഫിക്സ് എന്ന് കേട്ടിട്ടുണ്ടാവൂലേ? ബികോം വരെ പഠിച്ചവരല്ലേ എല്ലാവരും, മിക്കവാറും എല്ലാവരും. എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറയാമോ? പ്രിഫിക്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ നമ്മൾ ഇത്ര ക്ലാസ് തുടങ്ങി ഇങ്ങനെ പഠിച്ച് വന്നതാ. പ്രിഫിക്സ് സഫിക്സ് എന്നൊന്നും കേട്ടിട്ടില്ലേ നിങ്ങള്? ആരെങ്കിലും കേട്ടവരുണ്ടോ നോക്കട്ടെ. കേട്ടിട്ടുണ്ട്. എന്താണ് പ്രിഫിക്സ്? നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞാൽ മതി, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു റൂട്ട് വേർഡിന്റെ ഫ്രണ്ടിൽ. യെസ്, വെരി ഗുഡ്. അത് തന്നെയാണ്. ഒരു ഇംഗ്ലീഷിൽ ഒരു വേർഡ്, ഒരു മീനിങ് ആയിട്ടുള്ള ഒരു വേർഡിന്റെ മുൻപില് എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്താ പറയാ മീനിങ് അല്ലാത്ത, അതായത് മീനിങ് ഒന്നും ഇല്ലാത്ത, ചിലപ്പോ 2 അക്ഷരം, ചിലപ്പോ 3 അക്ഷരം, അങ്ങനെ ഒരു കഷ്ണം കൊണ്ടൊന്ന് ചേർക്കും. എന്നിട്ട് അത് കൂട്ടി വായിക്കുമ്പോ അനദർ വേർഡ്, അത് മറ്റൊരു വാക്കായി മാറും. അങ്ങനെ ഒരു ചേർക്കുന്ന കഷ്ണത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുക. അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല വാക്കുകളും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ സൈക്കിൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? സൈക്കിൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ബൈസൈക്കിൾ എന്ന് പറയുന്ന BI എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് നമ്മൾ അതിന്റെ സൈക്കിളിന്റെ മുമ്പിൽ ചേർക്കുമ്പോൾ മറ്റൊരു വാക്കായി ബൈസൈക്കിൾ എന്നായി അല്ലെ? ബൈസിക്കിൾ അല്ലെ? അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഉദാഹരണത്തിൽ തന്നിട്ടുണ്ട് ട്രൈസൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ഇല്ലേ? തന്നിട്ടില്ലേ? ഇവിടെ കണ്ടല്ലോ. അതെ, ട്രൈസൈക്കിൾ, TRI എന്ന് പറയുന്ന 3 ലെറ്റേഴ്സ്. അതായത് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു മീനിങ് ആയിട്ടുള്ള ഒരു വേർഡാണ്. സൈക്കിൾ, ചക്രം എന്ന് പറയും. നമുക്ക് കാലചക്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ലൈഫ് സൈക്കിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഒരു മീനിങ് ഇല്ലാത്ത 2 or 3 അക്ഷരങ്ങൾ ചേർന്ന ഒരു കഷ്ണം കൊണ്ടുവന്ന് ഒരു മീനിങ് ആയിട്ടുള്ള ഒരു റൂട്ട് വേർഡിന്റെ മുമ്പിലാണ് ചേർക്കുക, പിന്നിലല്ല. മുമ്പിൽ ചേർക്കുന്നതിനെയാണ് പ്രീഫിക്സ്. ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കുക, ഫിക്സ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജോയിന്റ് ആക്കി വെക്കുക എന്നാണല്ലോ അർത്ഥം. പ്രീഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്നിൽ ചേർക്കുക എന്നർത്ഥം. അപ്പൊ മുന്നിൽ കൂട്ടി ചേർക്കുന്ന ആ ലെറ്റേഴ്സിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഉദാഹരണം തന്നിട്ടുണ്ട്. പൈലറ്റ്, ഇവിടത്തെ ഉദാഹരണം തന്ന അങ്ങനെയാണ്. പൈലറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, പൈലറ്റിന്റെ മീനിങ് ആയിട്ടുള്ള ഒരു വേർഡാണ് പൈലറ്റ് എന്ന് പറയുന്നത്. ഹൂ കൺട്രോൾസ് ദ പ്ലെയിൻ അല്ലെ? എയർപ്ലെയിൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ പൈലറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ മുമ്പില് ഓട്ടോ എന്ന് പറയുന്ന ഒരു AUTO, ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന പുതിയൊരു വേർഡ് ഉണ്ടാക്കി. അതൊരു പ്രിഫിക്സ് ആണ്. ഓട്ടോ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്തിട്ടാണ്. മറൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? കടലുമായി ബന്ധപ്പെട്ടതാണ്. സബ് മറൈൻ, SUB എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർത്ത് സബ് മറൈൻ എന്ന് പറയുന്ന മറ്റൊരു വേർഡ് ഉണ്ടാക്കി. അപ്പോ ഏതെങ്കിലും ഒരു റൂട്ട് വേർഡിന്റെ ഒപ്പം മുൻപില് നമ്മൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ചില കഷ്ണങ്ങൾ കൊണ്ട് ചേർക്കുമ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് പ്രിഫിക്സ്. അതിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കും. ജനറലി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ജനറൽ ലാംഗ്വേജിൽ നമ്മൾ പ്രിഫിക്സ് പല രീതിയിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, അത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ മാത്രമല്ല പ്രിഫിക്സുകൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉദാഹരണം കിട്ടിയോ? ഒരു പ്രിഫിക്സ് ചേർത്ത് ഒരു വാക്ക് പറയാമോ? പ്രിഫിക്സ് ചേർത്ത് പറയാൻ പറ്റുമോ? നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമല്ലോ, ചില എന്താ പറയാ വേർഡ്സിന് അതിന്റെ സിനോണിം, ഓപ്പോസിറ്റ് ഉണ്ടാക്കാനായിട്ടേ ഇതുപോലെ ചില കഷ്ണം മുമ്പിൽ ചേർത്താൽ മതി. ഇപ്പൊ ഹാപ്പിന്റെ നമുക്ക് എങ്ങനെ പ്രിഫിക്സ് ചേർത്ത് മറ്റൊരു വാക്കാക്കാം? ഹാപ്പി, അൺഹാപ്പി. അതന്നെ UN എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ മുമ്പിൽ ചേർത്ത് അതൊരു പ്രിഫിക്സ് ആണ്. അൺഹാപ്പി.
അല്ലെ? അപ്പോയിന്റ്മെന്റ് അല്ലെ? ഡിസപ്പോയിന്റ്മെന്റ്, ഡിസ് എന്ന് പറയുന്ന ഒരു കഷ്ണം ചേർത്ത് നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? കീ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, കീ അല്ലെ? കീന്റെ മുമ്പിൽ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? കീന്റെ മുമ്പിൽ ചേർക്കണോ പിറകിൽ ചേർക്കണോ? ചിലപ്പോഴൊക്കെ നമുക്ക് പിറകിലും ചേർക്കേണ്ടി വരും. ഈ പിറകിൽ ചേർക്കാൻ പോണതിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പൊ പ്രിഫിക്സ് നോക്കാം. ഇനിയിപ്പൊ നിങ്ങള് കുറെ വാക്കുകൾ നമുക്കറിയാം, ഒരുപാട് വേർഡ്സ് നമുക്ക് ഓപ്പോസിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രിഫിക്സുകളാണ് ചേർക്കുക അല്ലെ? മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കും. മിസ് അണ്ടർസ്റ്റാൻഡ്, അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന വാക്കിന്റെ മുമ്പിൽ മിസ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ മിസ് അണ്ടർസ്റ്റാൻഡ് ആക്കാം. അങ്ങനെ ഒരുപാട് വേർഡുകൾ ജനറൽ സ്പീക്കിംഗ്. ഫിനിഷ്ഡ്, അൺഫിനിഷ്ഡ്, ഫിനിഷ്ഡ്, അൺഫിനിഷ്ഡ്. അപ്പൊ അങ്ങനെ ചില വാക്കുകളുടെ മുമ്പിൽ നമുക്ക് ചേർത്ത് എന്താക്കാം, ഉപയോഗിക്കാറുണ്ട്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, ഇൻ സയന്റിഫിക് രീതിയിലും മീനിങ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഇതുപോലെയുള്ള ചില കഷ്ണങ്ങൾ ചേർക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കാം. മെഡിക്കൽ വേൾഡിൽ അവർ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടാ. വെന്റിലേഷൻ കണ്ടെയ്ൻസ് എ പ്രിഫിക്സ് ഹൈപ്പർ. അതായത് വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ കൂടെ മുൻപിൽ ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് അവര് സയന്റിഫിക് മേഖലയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. എന്താണെന്ന് പറയാമോ? ഈ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കര സ്പീഡില് ബ്രീത്തിങ് എടുക്കുന്നതിനെയാണ്. ഭയങ്കര സ്പീഡായിട്ട് ദ്രുതഗതിയിൽ ബ്രീത്തിങ് എടുക്കുന്ന ആ ഒരു എന്താ പറയാ അവസ്ഥ. ചില സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പേടിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്വാസം വലിക്കും അല്ലെ? ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡി ബ്രീത്തിങ് എടുക്കുന്ന, പുറത്തേക്ക് വിടുക, അങ്ങനെയുള്ള ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് വിളിക്കാം. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പൊ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്ന വാക്കുണ്ടാക്കിയത് ഹൈപ്പർ എന്ന് പറയുന്ന ഒരു ചെറിയ വാക്ക് ചേർത്ത് മുമ്പിൽ ചേർത്തിട്ട് പ്രിഫിക്സ് ചേർത്തിട്ടാണ് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു സയന്റിഫിക് വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ മെഡിക്കൽ ടേംസും പ്രിഫിക്സ് തന്നെ ചേർത്തിട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചില വേർഡ്സ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. കോമൺലി നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകളൊക്കെ അതിന് മീനിങ്ഫുൾ ആയിട്ടുള്ള, അതായത് ചില എന്താ പറയാ മീനിങ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറെയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും, കുറച്ചൊക്കെ നമ്മൾ അറിയാത്തത് ഉണ്ടാവുള്ളൂ, കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ പ്രിഫിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, പ്രിഫിക്സ് എവിടെയാണ് ചേർക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വേർഡിന്റെ മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡിന്റെ മുമ്പിലായിരിക്കണം ചേർക്കേണ്ടത്. ഒരു മീനിങ്ങും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മുമ്പിലൊന്നും നമ്മൾ എന്താ പറയാ എന്തെങ്കിലും രണ്ടക്ഷരമൊക്കെ ചേർത്ത് വെച്ചിട്ട് അത് പ്രിഫിക്സ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡിന്റെ മുമ്പിൽ ചേർക്കുന്നതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്താ പറയാ, നമ്മള് മെഡിക്കൽ ടെർമിനോളജി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യമാണ്. മറ്റൊന്നാണ് സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും സഫിക്സ് എന്ന് പറയുമ്പോൾ? പ്രീഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പില് വേർഡിന്റെ മുമ്പിലാണ് ഇത്തരം ലെറ്റേഴ്സ് ചേർത്തതെങ്കിൽ വാട്ട് വിൽ ബി സഫിക്സ്? എന്തായിരിക്കും? വേർഡിന്റെ ബാക്കിൽ, വേർഡിന്റെ ബാക്കിൽ ആഫ്റ്റർ ദ വേർഡ്, അതായത് ആ റൂട്ട് വേർഡ് മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡിന്റെ പിറകിൽ ചേർക്കുക. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലെ? അതാണ് പറയണത്. ഇത് ജനറൽ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല പ്രിഫിക്സ് സഫിക്സ് നമ്മൾ റൂട്ട് വേർഡ് എന്നൊക്കെ കേൾക്കാറ്. മെഡിക്കൽ ടേംസിൽ സയന്റിഫിക് മേഖലയിലും പല സയന്റിഫിക് ടേംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സഫിക്സ് ഈസ് ദ ലെറ്റേഴ്സ് ഓർ വേർഡ്സ് വിച്ച് ഈസ് ആഡഡ് ടു ദ റൂട്ട് ഫോം ഓഫ് ദ വേർഡ് ആഫ്റ്റർ ദ വേർഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതി ചേർക്കുന്ന ആ വാക്കാണ്. അപ്പൊ റിയൽ മീനിങ്, മറ്റൊരു മീനിങ് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. മീനിങ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വേർഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൾട്ടർ ദ മീനിങ് ഓഫ് ദ വേർഡ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റിക്കളയുന്ന രീതിയിൽ മറ്റൊരു വാക്ക് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിൽ സഫിക്സ് എന്ന് പറയുന്നത് അവരുടെ പ്രൊസീജിയേഴ്സ്, കണ്ടീഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവരുടെ സംസാരത്തിന്റെ ഒരു ഭാഗമായിട്ട് ചേർക്കുന്നതാണ് സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കോമൺലി അവർ ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് ITS എന്ന് പറയുന്നത്. ITS എന്ന് പറയുന്ന ഒരു ചെറിയ കഷ്ണം ചേർക്കാറുണ്ട്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻഫ്ലമേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ഫോടാത്മകമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. ഇതിനെ സഫിക്സ് പെയർ ചെയ്തുകൊണ്ട് അവര് പറയുന്നുണ്ട്. ആർത്രോ എന്ന് പറയുന്ന ഒരു വേർഡ്, ആർത്രോ എന്ന് വെച്ചാൽ ജോയിന്റ് എന്നാണ് അർത്ഥം. എന്താ പറയാ, ജോയിന്റ് ഒക്കെ ഇല്ലേ, ജോയിന്റ്, അത് ആ വേർഡിന്റെ തൊട്ട് പിറകില്. അപ്പൊ അങ്ങനെ ചേർക്കുമ്പോ ചില അക്ഷരങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും കയറ്റുക. ആർത്രോ എന്ന് പറയുന്ന വേർഡിന്റെ പിറകില് ആർത്രൈറ്റീസ് എന്ന് പറയുന്ന ITS ചേർത്തു. O മാറ്റി ITS ചേർത്തിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? പുതിയൊരു വേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആർത്രൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എന്താ പറയാ ജോയിന്റിന്റെ ഒക്കെ ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു വേദനയൊക്കെ വരിക, അപ്പൊ കൊച്ചിലൊക്കെ പോലെ സന്ധിവാദം എന്നൊക്കെ പറയൂ കേട്ടോ അതിന്. അപ്പൊ അങ്ങനെ ഒരു വേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് പിറകിലാണ് ആർത്രോ എന്ന് പറയുന്ന വേർഡിന്റെ അകത്ത് നിന്ന് ഓ എന്ന് പറയുന്ന ലെറ്റർ മാറ്റിയതിനു ശേഷം ITIS എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ചേർത്ത് അതിനെ സഫിക്സ് ചേർത്ത് അവർ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോ എന്താ പറയാ റൂട്ട് വേർഡിന്റെ ഒപ്പം നമുക്ക് പ്രിഫിക്സ് ചേർത്തിട്ട് മറ്റൊരു വാക്കാക്കാം, സഫിക്സ് ചേർത്ത് നമുക്ക് എന്താക്കാം വേറൊരു വാക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമുക്കത് എന്താ പറയാ പ്രൊനൗൺസ് ചെയ്യാനും റൂട്ട് വേർഡിന്റെ ഒപ്പം ഒക്കെ ചേർക്കുന്നത് കൊണ്ട് പ്രിഫിക്സ് സഫിക്സ് ഒക്കെ ആഡ് ചെയ്താലും നമുക്ക് പ്രൊനൗൺസിയേഷൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ചില ലെറ്റേഴ്സ് അവിടെ നിന്ന് മാറ്റുന്നത്. റിമൂവ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ആർത്രോ അതിന്റെ കൂടെ ITIS ചേർക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആർത്രൈറ്റിസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊനൗൺസിയേഷന്റെ സിംപ്ലിസിറ്റിക്ക് അല്ലെങ്കിൽ ഈസിനെസിനും കൂടി വേണ്ടിയിട്ടാണ് ആ ഓ മാറ്റി അവിടെ ITIS ചേർത്തത്. ഓക്കെ, അപ്പൊ അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ റൂട്ട് വേർഡിന്റെ കൂടെ നമുക്ക് പിറകിലും ചില അക്ഷരങ്ങൾ ചേർത്ത് മെഡിക്കൽ ടേംസുകളോ സാധാരണ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ ലാംഗ്വേജിൽ ഇതുപോലെ സഫിക്സ് ചേർത്തിട്ട് ഏതെങ്കിലും വാക്കുകൾ പറയാമോ ഒന്ന് നിങ്ങൾക്ക്? ഹെൽപ്പ്, ഹെൽപ്ഫുൾ. വെരി ഗുഡ്. ഹെൽപ്പ്, ഹെൽപ്ലെസ്, ഹെൽപ്ഫുൾ എന്നൊക്കെ ചേർക്കാം അല്ലെ. ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വാക്കാണ്, അതിന്റെ അറ്റത്ത് നമുക്ക് LESSO FUL ചേർത്ത് നമുക്ക് ഹെൽപ്ഫുൾ എന്നോ ഹെൽപ്ലെസ് എന്നോ ആക്കാം അല്ലെ. ഇനിയുണ്ടോ വേറെ ഏതെങ്കിലും വേർഡ്? എന്തെങ്കിലും വേർഡ് ഉണ്ടോ? ഇല്ല, വേറെ ആർക്കും ഒന്നും പറയാനില്ലേ? സഫിക്സ് ചേർത്ത് ഏതെങ്കിലും ഒരു വേർഡ് പറയാമോ? ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ കേട്ടല്ലേ, ഇമ്പോർട്ട്, ഇറക്കുമതി, IMPORT അല്ലെ. വേറൊരു വാക്ക് ഉണ്ടാക്കാലോ, കംപ്ലീറ്റ്ലി ചേഞ്ച് ആ മീനിങ് മാറ്റി ഇമ്പോർട്ടന്റ് എന്നാക്കിയാലോ, ANT ചേർത്താൽ മറ്റൊരു വാക്കായി പ്രാധാന്യം. ഇമ്പോർട്ടൻസ്, ഇമ്പോർട്ടൻസ് ആകാം, ഇമ്പോർട്ടന്റ് ആകാം അല്ലെ, അത് മറ്റൊരു വാക്കാണ്. ഇഷ്ടംപോലെ വേർഡ്സ് നമുക്ക് അതുപോലെ അങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി എന്താണ് അടുത്തത്? റൂട്ട് വേർഡ്. അപ്പൊ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് മെഡിക്കൽ ടേംസിൽ ഈ പ്രിഫിക്സ് സഫിക്സ് അതുപോലെ തന്നെ റൂട്ട് വേർഡ് ഒക്കെ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മെഡിക്കൽ ടെർമിനോളജി. മെഡിക്കലിൽ അവർ ഉപയോഗിക്കുന്ന ടേംസുകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രിഫിക്സും സഫിക്സും ഒക്കെ എടുത്തിങ്ങനെ മാറ്റി റൂട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പൊ റൂട്ട് എന്താണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ റൂട്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, എന്താണ്? പ്ലാന്റ്സിന്റെ ഒക്കെ റൂട്ട്, ഇറ്റ്സ് മെയിൻ പാർട്ട് ഓഫ് ദ പ്ലാന്റ് അല്ലെ. സ്റ്റെമ്മിനെ തണ്ടിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു സാധനം, അതാണ് റൂട്ട് എന്ന് പറയുന്നത് അല്ലെ. അത് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഒരു വേർഡിന്റെ റൂട്ട് ആയിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതായത് മീനിങ് ഫുൾ ആയിരിക്കും, ഇമ്പോർട്ടന്റ് ആയിരിക്കും, അതിനെ നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റില്ല, അതിനെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. റൂട്ട് വേർഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. റൂട്ട് വേർഡിന്റെ മുമ്പിൽ ചേർത്തിരിക്കുന്ന പ്രിഫിക്സിനെയും പിറകിൽ ചേർത്തിരിക്കുന്ന സഫിക്സിനെയും നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം വേണമെങ്കിൽ. ആൻഡ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വേർഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇനി എന്താ പറയാ റൂട്ട് വേർഡ് നമുക്ക് IEO എന്നൊക്കെ കമ്പൈൻ ചെയ്തിട്ട് മറ്റൊരു റൂട്ട് വേർഡ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ നമ്മളെ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ EMS, അതായത് കാണിച്ചുതരാം നോക്കാം. അതായത് റെഗുലർലി യൂസ്ഡ് ടേം EMS ഈസ് CPR. നമ്മുടെ എന്താ പറയാ EMSന്റെ ഫുൾ ഫോം അറിയാം, എമർജൻസി മെഡിക്കൽ സർവീസ് ആണ്. അതായത് എമർജൻസി മെഡിക്കൽ സർവീസിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ റൂട്ട് വേർഡ് ആണെന്നാ പറഞ്ഞേക്കുന്നത് CPR. അതിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ തന്നിട്ടുണ്ട്. കാർഡിയോ പൾമിനറി, ഇതാണ് റിസസിറ്റേഷൻ അല്ലെ. അപ്പോ അത് ഒരു തരത്തിലുള്ള CPRന്റെ ഫുൾ ഫോം ആണ് പറഞ്ഞേക്കുന്നത്. കാർഡിയോളജി റിസസിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് എന്ന് പറയുന്നത് ഈ എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ സർവീസിൽ ഉപയോഗിക്കുന്ന ഒരു റൂട്ട് ടേം ആണ്. അതിന്റെ ഫുൾ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ആ ഒരു വേർഡ് ഫുൾ ആയിട്ട് ആ ഒരു വലിയ കാർഡിയോളജി, കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ കാർഡിയോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? കാർഡിയോ എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ് അല്ലെ. കാർഡിയോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഹാർട്ടുമായി ബന്ധപ്പെട്ടത് അല്ലെ, ഹാർട്ട് എന്നാണ്. പൾമിനറിയോ അതൊരു റൂട്ട് വേർഡ് തന്നെയാണ്, അത് മറ്റൊരു വാക്കാണ്. അതിന്റെ മീനിങ് ലങ്സ് എന്നാണ് കേട്ടാ. അപ്പൊ നമ്മള് ഈ ഒരു ടേം ഇവിടെ CPR എന്ന് പറയുന്ന ഒരു ടേം എന്തിനു വേണ്ടിയിട്ടാ എവിടെയാണ് നമ്മളിത് സാധാരണ ഉപയോഗിക്കാറ്? എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഏത് ടൈപ്പ് ഓഫ് എമർജൻസിയിലാ? അതായത് ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീണ് കഴിയുമ്പോൾ അയാള് ചിലപ്പോ ഇത്തരം എന്താ പറയാ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഹാർട്ട് പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട അതുകൊണ്ടാകാം വീണത്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സേവനമാണ് CPR എന്ന് പറയുന്നത്.
ആ ഒരു കൊടുക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ കൊറോണയുടെ സമയത്തൊക്കെ. അതൊക്കെ വളരെ വൈഡായിട്ട് എല്ലാ നമുക്കൊക്കെ ഒരുപാട് മെസ്സേജസ് ആയിട്ടൊക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനൊക്കെ എന്താ പറയാ ഒരു പ്രിക്കോഷൻ എന്നതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗം, ഉൾഭാഗം എവിടെ, നമ്മുടെ ചെസ്റ്റിന്റെ ഒക്കെ കൃത്യം താഴെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അമർത്തുക. അത് വെക്കുമ്പോൾ അതിന്റെ മീതെ ഈ മറ്റേ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് ഇതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുക. അതിൽ ആളുടെ ഹാർട്ട് അറ്റം വരെ പോയിട്ട് പൊങ്ങി ഇങ്ങനെ വരണം. അതോടൊപ്പം തന്നെ നമ്മൾ മൗത്തിലൂടെയും ആൾക്ക് എന്താ പറയാ ഇത് കൊടുക്കാനായിട്ട് നോക്കണം. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് CPR എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന വേർഡ് അങ്ങനെ ഉപയോഗിച്ചപ്പോ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതെല്ലാം അറിയേണ്ടത്. പക്ഷെ നമ്മൾ അത് അറിഞ്ഞിരിക്കണം ഇന്നത്തെ കാലത്ത്. അതും മറ്റൊരു കാര്യമാണ്. അപ്പൊ കാർഡിയോളജി പൾമിനറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നതിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് കാർഡിയോ എന്ന് മീനിങ് ആയിട്ടുള്ള, ഹാർട്ട് മീനിങ് ആയിട്ടുള്ള കാർഡിയോ, പിന്നെ ലങ്സിന്റെ മീനിങ് ഫുൾ ആയിട്ടുള്ള പൾമിനറി എന്ന് പറയുന്ന വാക്കുകൾ, അതൊക്കെ റൂട്ട് വേർഡുകൾ തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരത് പറഞ്ഞേക്കണേ. അപ്പൊ ഇത് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു CPR എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡാന്നാ പറഞ്ഞത് ഈ എമർജൻസി മെഡിക്കൽ സർവീസസിൽ. അപ്പോ ഇത് എന്താ പറയാ ഈ ഒരു സംഭവം ഒരു എന്തിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ പ്രസിങ് ദ ഹാർട്ട്. ഹാർട്ടിന് നമ്മൾ പേഷ്യന്റിനെ റിവൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആൾക്ക് ബ്രീത്തിങ് ലെവലിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. റൂട്ടിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യം. അപ്പോ മെഡിക്കൽ ടെർമിനോളജി, if you have to understand it, we have to understand the prefixes, suffix which is added to the root word of a word. ഒരു വേർഡിന്റെ റൂട്ട് വേർഡിന്റെ ഒപ്പം പ്രിഫിക്സും സഫിക്സും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ റൂട്ട് വേർഡിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയാൽ മെഡിക്കൽ ടെർമിനോളജി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയ ആ ഒരു പേജ്. ഓരോ കാര്യങ്ങളും അതിനകത്ത് ആ സെന്റൻസുകളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വേഗം വായിച്ചു നോക്കാം. കഴിഞ്ഞോ? അത്രയും വരെ വായിച്ചില്ലേ? ഓക്കെ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോട്ടിൽ എഴുതാനുണ്ട്. ആ ചാപ്റ്ററിന്റെ പേരൊന്നും എഴുതാം കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി എന്നൊന്നും എഴുതാം. ഇതൊന്നും കൂടെ എഴുതിയിട്ട് നിങ്ങൾ ഇനി ബാക്കി വായിച്ചു. ചിലപ്പോൾ അത് എഴുതാൻ പറ്റിയില്ലെങ്കിലോ. മെഡിക്കൽ ടെർമിനോളജി എഴുതി വെച്ചേക്കാം കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി refers to medical terminology refers to the words and language used specifically in the medical and health field. Specifically in the medical and health field. Full stop.
It is a language. It is a language. It is a language used to describe. Used to describe. D-E-S-C-R-I-B-E. Describe. Anatomical. A-N-A-T-O-M-I-C-A. Anatomical, which is related to anatomy. Anatomical structure. Anatomical structure, comma, procedures. Procedures, comma, processes. Processes. Procedure, process. Processes, comma, treatment, etc. Treatment. Treatment, etc. അടുത്തത് മറ്റേ ഹൈപ്പർ വെന്റിലേഷൻ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചേക്കാം മലയാളത്തില്. ദ്രുതഗതിയിൽ ശ്വാസം എടുക്കുക. ദ്രുതഗതിയിൽ ശ്വാസം എടുക്കുന്നതിനെയാണ് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് വിളിക്കുക. ഹൈപ്പർ വെന്റിലേഷൻ. നെക്സ്റ്റ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. Inflammation of joint. J-O-I-N-T-S. Inflammation of joints. സന്ധിവാതം. അടുത്തത് EMS. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേക്കാം. EMS. എമർജൻസി മെഡിക്കൽ സർവീസ്. എമർജൻസി മെഡിക്കൽ സർവീസ്. എമർജൻസി മെഡിക്കൽ സർവീസ്. അടുത്തത് CPR. ഓൾറെഡി അവിടെ തന്നെ തന്നിട്ടുണ്ട്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് താഴെ ഒന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ. CPR, കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ. കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ. 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 Cardiopulmonary resuscitation. Okay. ഇത് കണ്ടില്ലേ നിങ്ങൾ? എന്റെ ചാപ്റ്റർ കണ്ടാ അറിയാം. കൂടുതലും നമുക്ക് ഇനി ഇതിനകത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടി വരും കേട്ടോ. ഇത് കുറച്ച് കുറെ അബ്രിവിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രിഫിക്സ് സഫിക്സ് ഒക്കെ ചേർത്തേക്കണതേ. അപ്പോ മുൻപി ചേർക്കുന്നതും അതുപോലെ തന്നെ സഫിക്സുകൾ ഇതേ കണ്ടല്ലോ. ഇത് കുറെ ഉണ്ട്, കുറച്ച് പേജസ് കൂടുതൽ. അതുകൊണ്ടാണ് ആ പേജ് അങ്ങനെ കൂടുതൽ വന്നത്. അല്ലാതെ ഇങ്ങനെ കുറെ ഇങ്ങനെ വായിച്ചു പഠിക്കേണ്ടതല്ല. ഇതാണ് പ്രിഫിക്സും സഫിക്സും ഒക്കെ മെഡിക്കൽ ഫീൽഡിലെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചേക്കണത്, അത് ഏതൊക്കെ സഫിക്സും പ്രിഫിക്സും ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ മാത്രമല്ല അബ്രീവിയേഷൻസും ഉണ്ട് കുറെ ഷോർട്ട് ഫോമുകളൊക്കെ. സാധാരണ ഹോസ്പിറ്റലിലെ സ്റ്റാഫും ഡോക്ടേഴ്സും അതുപോലെ തന്നെ വർക്കേഴ്സും ഒക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ചില അബ്രീവിയേഷൻസ് ഒക്കെ ഉണ്ട്. ചാപ്റ്റർ മുഴുവൻ അത് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ഒരു പേജ് മാത്രമേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വായിക്കാനുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇത് നമുക്ക് ഇനി അടുത്ത ദിവസം ഓരോരോ 1-2 പേജ് ഇതൊക്കെ പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾ ഈ ഒരു പേജ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള സംഭവമാണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ അടുത്ത പേജുകളാണ് നമുക്കൊന്ന് പഠിക്കേണ്ടത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ? അത് വായിക്കാൻ കുഴപ്പമില്ലല്ലോ? അത് ഓക്കെ. സോ അടുത്ത ദിവസം. Okay, thank you, teacher. താങ്ക് യു. Thank you.